നമ്മൾ നേരത്തെ ശ്രീചക്രത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ യന്ത്രങ്ങളും ഈ ശ്രീചക്ര അല്ലെങ്കിൽ ശ്രീയന്ത്രം അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ് ബാക്കിയെല്ലാം. ശ്രീചക്രത്തിന്റെ ഒരു പോയിന്റിലാണ് ത്രിപുര സുന്ദരി ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ശ്രീചക്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീചക്ര ഉപാസന ചെയ്യുന്ന, ശ്രീചക്ര പൂജ ചെയ്യുന്ന അല്ലെങ്കിൽ സാധന ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഓറ, നമ്മൾ പറയുന്ന എല്ലാം അറിയുന്ന ഓറ എന്ന് പറയുന്ന സംഭവം, അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ശരിക്കും ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഓറയുണ്ട്, ഒരു പ്രഭാവലയുണ്ട്. അത് മനുഷ്യനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ നാമജപ സിദ്ധി അല്ലെങ്കിൽ മന്ത്രസിദ്ധിയിലൂടെയൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുന്നു. ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള യന്ത്രങ്ങൾ വെച്ചിട്ട് ഈ ഓറ അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പിക്ചർ എടുക്കാനുള്ള യന്ത്രങ്ങളൊക്കെ ഉപകരണങ്ങളൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ ഓറയൊക്കെ കൂട്ടാൻ നമ്മൾ പലരും ചോദിക്കുന്നതാണ്, ഇനി നാമജപം അല്ലെങ്കിൽ മന്ത്രജപം ഇതെപ്പോ തുടങ്ങും? അതിനൊരുത്തരം ഇപ്പോ ഈ നിമിഷം തുടങ്ങാം. ഇതാണ് അതിനുള്ള ഉത്തരം. പലപ്പോഴും ഈ നാമജപം അല്ലെങ്കിൽ മന്ത്രജപം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. മെറ്റീരിയൽ ബെനിഫിറ്റ്സ് വേണ്ടെന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ ജന്മമായിട്ട് ജനിച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ നമുക്ക് ആവശ്യങ്ങളുണ്ട്, മെറ്റീരിയൽ ലൈഫ് അത്യാവശ്യമാണ്, അതൊക്കെ നമുക്ക് കിട്ടണം. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മനസ്സോടെ നന്മയ്ക്ക് വേണ്ടി മാത്രമൊക്കെ ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് അപ്പോഴാണ് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നാമം ജപിച്ചു തുടങ്ങുമ്പോൾ നാമജപം ഇതിനേക്കാൾ കൂടുതൽ സ്പീഡാണ്, അതായത് പെട്ടെന്നാണ് കാര്യങ്ങൾ മന്ത്രജപത്തിലൂടെ സാധിക്കുക എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ജപിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ സിദ്ധിയാവുക എന്ന് ചോദിച്ചാൽ ഒരു മന്ത്രം അക്ഷരലക്ഷം ജപിച്ചു കഴിയുമ്പോഴാണ് സിദ്ധിയാവുക. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഈ അക്ഷരലക്ഷം? അത് നമുക്കറിയാം. ഒരു മന്ത്രത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടോ അത്രയും ലക്ഷം തവണ ജപിച്ചു കഴിയുമ്പോൾ അത് സിദ്ധിയാവും. ഇതാണ് പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു കണക്ക്. പക്ഷെ നോർമലി നമ്മളൊരു 10,000 തവണയൊക്കെ ജപിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ചെറിയ രീതിയിലുള്ള അനുഭവങ്ങൾ, ചെറിയ അനുഭവങ്ങൾ വന്നു തുടങ്ങും സിദ്ധിയാവുന്നതില്. അപ്പോ ഈ പുറമെ നമ്മൾ പറയില്ലേ, ഇപ്പോ പ്രശസ്തിയുടെയും സമൃദ്ധിയുടെയും ഒക്കെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ആൾക്കാർ പോലും എത്രയോ പേര് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളെ കൊണ്ട്. എല്ലാം തികഞ്ഞവരെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളവരൊക്കെ. അവിടെ എന്താണ് സംഭവിച്ചത്? പ്രധാന പ്രശ്നം ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ എല്ലാ മേഖലകളും, ഈ ഭൂമിയിലുള്ള സമസ്ത മേഖലകളിലും മനുഷ്യൻ കൈവച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ ബുദ്ധി അപാരാണ്. പക്ഷെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടും സ്വസ്ഥത കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം വേറെ നിൽക്കുന്നുണ്ട്. അതിന് കാരണം സുഖങ്ങൾ കൂടിയിട്ട് ആ സുഖങ്ങൾ കൂടുമ്പോൾ ആ സുഖങ്ങൾ നേടാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ ലഹരിയിൽ പെട്ടുപോകുന്ന കുറെ വിഭാഗം, തന്റെ അസ്തിത്വം എന്താണെന്ന് അറിയാതെ കിടന്ന് അലയുന്ന കുറെ വിഭാഗം, പിന്നെ ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറൊരു വിഭാഗം, എല്ലാ സുഖങ്ങളും ഉണ്ടായിട്ടും എന്നാൽ സ്വസ്ഥതയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം. അങ്ങനെ ഒരുപാട് പേര് ഞാൻ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരുന്നു. അവർക്കൊന്നും ഒന്നിന്റെ പ്രശ്നങ്ങളില്ല, എല്ലാം ഓക്കെയാണ്, ഫിനാൻഷ്യലി ഓക്കെയാണ്, മെന്റലി അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാര് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളുടെ ടോപ്പിൽ നിൽക്കുന്നത് സ്വസ്ഥതയൊന്നുമല്ല, അതൊന്നുമല്ല സ്വസ്ഥത എന്നുള്ളത് അപ്പൊ മനസ്സിലായി. അത് പറഞ്ഞ ചിലതൊക്കെ നമ്മൾക്ക് അങ്ങനെയാണ്. ഈ റിസൾട്ടുകളൊക്കെ എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിക്കുമ്പോൾ പറയാനൊന്നേ ഉള്ളൂ. നമ്മൾ പറയില്ലേ, ശർക്കരയിലെ മധുരം എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് ശർക്കര തിന്നു നോക്കിയാലേ അറിയുള്ളൂ. ഇത്രയാണ് അളവെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഓരോന്നും. അതുപോലെ തന്നെ യുക്തിയുടെ ഗണിതത്തിൽ ഗണിച്ചെടുക്കാനെങ്കിൽ യുക്തിയുടെ കണക്ക് വെച്ചിട്ട് നമുക്ക് കണക്ക് കൂട്ടി പറയാൻ പറ്റുന്ന ഒന്നല്ല ഒരിക്കലും സാധനയിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഈ പറഞ്ഞ ജപത്തിലൂടെ, മന്ത്രജപത്തിലൂടെ, നല്ല സാധനയിലൂടെ ഒരു വ്യക്തിക്ക് ഈ ലോകത്തെ ദിവ്യമായിട്ട് കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ പ്രജ്ഞയിൽ, അതായത് ബുദ്ധിയിൽ ഈ ലോകത്തിന് ഏറ്റവും ദിവ്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിച്ചു കൊടുക്കും പ്രാർത്ഥന, ജപം, സാധനയൊക്കെ. അതാണ് അതിന്റെ പ്രത്യേകത. വളരെ ലിമിറ്റഡ് പോയിന്റുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത തവണ വിശദീകരിക്കാം. താങ്ക് യു.